KCB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും മുൻ KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ഡോക്ടർ MG സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി ഗവേഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ MG സുരേഷ് കുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലൊന്ന്, അതായത് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എന്ന് പോലും അറിയില്ല. കാരണം അവൻ്റെ ജനനം മുതൽ ഇതുവരെയും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നതായിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവർ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്നുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തപ്പെട്ടത് എങ്ങനെ എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ നേരത്തെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ന്യൂസ് 18-ൻ്റെ തന്നെ മാധ്യമ പ്രതിനിധിയാണെന്ന് തോന്നുന്നു, ചില കാര്യങ്ങൾ പറയുണ്ടായി. ഇത് ആരാണ് അവർക്ക് അങ്ങനെയൊരു കാര്യം പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വൈദ്യുതി രംഗത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആരോ ആണ് അവരെ ആ കാര്യം പഠിപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയം എനിക്ക് തരണം. ഒന്ന്, ജലവൈദ്യുതി നിലയങ്ങളിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഉൽപ്പാദിപ്പിക്കുക. കപ്പാസിറ്റി ചാർത്ത യന്ത്രത്തിൻ്റെ കപ്പാസിറ്റിയാണ്. നിങ്ങളുടെ ഡാമിൽ മുഴുവൻ വെള്ളം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ വേനൽക്കാലത്ത് നമ്മുടെ കേരളത്തിലെ മൊത്തം ജലവൈദ്യുതി ശേഷി എന്ന് പറയുന്നത് 2800ഓളം മെഗാവാട്ടാണ്. ആ 2800ഓളം മെഗാവാട്ടിൽ 1000ഓളം മെഗാവാട്ട് വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത ചെറുകിട ജലവൈദ്യുത പദ്ധതികളും അതുപോലെ പെട്ടെന്ന് വെള്ളം തീർന്നു പോകുന്ന ഡാമുകളിലുള്ള പദ്ധതികളുമാണ്. ബാക്കി ഏകദേശം 1900 മെഗാവാട്ട് കപ്പാസിറ്റിയെ നമ്മുടെ ജലവൈദ്യുത പദ്ധതിയിലെ യന്ത്രങ്ങൾക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നിറച്ചും വെള്ളം നിറച്ചു വെച്ചാലും 1900 മെഗാവാട്ടിനപ്പുറത്ത് പീക്ക് ലോഡ് സമയത്ത് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനാകില്ല. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നത് വർഷം മുഴുവൻ ക്രമീകരിച്ച് ഉപയോഗിക്കുകയും പീക്ക് ലോഡ് സമയത്ത് പൂർണ്ണ കപ്പാസിറ്റി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ അകത്ത് വൈദ്യുതി ആസൂത്രണം. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വെള്ളവും കൂടി അവിടെ സ്റ്റോർ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പം അങ്ങ് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു എന്ന് പറയുന്നത് വസ്തുതയല്ല. മാത്രമല്ല, ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നതിന് മുമ്പ് ആ വെള്ളം ഉപയോഗിച്ച് തീർത്തിട്ടില്ലെങ്കിൽ അത്രയും വൈദ്യുതി നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വൈദ്യുതി ആസൂത്രണത്തിൽ ജലവൈദ്യുത പദ്ധതി ഉപയോഗിക്കുന്നതിന് ഇങ്ങനെ ചില പരിമിതികളും ഘടകങ്ങളും ഉണ്ട് എന്നത് കൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിച്ച കാരണം ആളുകൾ കേൾക്കുമ്പോൾ ഇതെന്തോ കൃത്യമായ ഒരു ആസൂത്രണം ഇല്ലാതെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഉൽപ്പാദിപ്പിച്ച് തീർത്തതിന് ശേഷം ഇപ്പോൾ പ്രശ്നത്തിലേക്ക് വന്നതാണ് എന്ന ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം, അതായത് ഇപ്പം നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം 10 വർഷം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ല, ലോഡ് ഷെഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടിക്ക് അത് അറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ നേട്ടം കൈവരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു സർക്കാരിന് ആ സർക്കാരിന്റെ നേട്ടം എന്ന നിലയ്ക്ക് അത് പറയാതിരിക്കേണ്ട കാരണം എന്താണ്? നേടിയിട്ടുള്ള നേട്ടം പറയും, അതേസമയത്ത് പ്രതിസന്ധി കടന്നു വന്നാൽ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ സമീപനങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ആ നേട്ടം, അതാണ് ഞാൻ പറഞ്ഞത്. ആ നേട്ടം കേരളത്തിൽ പവർ കട്ടിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കൂടി കാണാണ്ട് നിങ്ങൾ ഈ നേട്ടം എങ്ങനെയാണെന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം 1995 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന, പവർ കട്ട് ഉണ്ടായിരുന്ന കാലം. 1995 100% പവർ കട്ടാണ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കൊടുക്കാനില്ലാത്തത് കൊണ്ട് ശതമാനക്കണക്കിലാണ് പവർ കട്ട് പറയുക. 3.5 മണിക്കൂർ നേരം അതിനോടൊപ്പം ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ വൈദ്യുതി ഉപയോഗിക്കരുത് എന്നതാണ് പവർ കട്ട് പറഞ്ഞത്. 3.5% ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. 96 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് നമ്മൾ ആ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ബംഗാളിൽ നിന്ന് വൈദ്യുതി എത്തിച്ചിട്ടാണ്. അന്ന് ഇന്നത്തെ പോലെ നാഷണൽ ഗ്രിഡ് ഇല്ല. നാഷണൽ ഗ്രിഡ് ഇല്ലാത്തതുകൊണ്ട് ബംഗാളിൽ നിന്ന് ഒറീസയിലേക്ക് വൈദ്യുതി കൊണ്ടുവന്ന്, ഒറീസയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് വൈദ്യുതി കൊണ്ടുവന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വൈദ്യുതി കൊണ്ടുവന്ന്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വൈദ്യുതി എടുത്തുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് രീതിയിൽ ഇവിടെ നേരിട്ട് കൊണ്ടുവരാൻ ഒരു സംവിധാനമൊന്നുമില്ല. ആ രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് 1996 കേരളത്തിൽ വൈദ്യുതി ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതാക്കിയത്. അതിനുശേഷം വൈദ്യുതി ഉൽപാദന വർധനവിന് വേണ്ടി വലിയ ശ്രമം നടത്തി. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏകദേശം 2400 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും സ്വയം പര്യാപ്തത നേടിയാണ് കൈവരിച്ചത്. പക്ഷേ 2001 ഗവൺമെന്റ് മാറിയ ഉടൻ തന്നെ കേരളത്തിൽ ലോഡ് ഷെഡിങ് ആരംഭിച്ചു. അതിന് മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളൊക്കെ പിന്നീട് പലപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിൽ 2400 മെഗാവാട്ടിന്റെ കപ്പാസിറ്റി ഇന്റേണൽ ആയിട്ട് ഉണ്ടായിരിക്കുന്ന സമയത്ത് 1900 മെഗാവാട്ട് മാത്രം
ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് 2001 വീണ്ടും UDF ഗവൺമെന്റിന്റെ കാലത്ത് പവർ കട്ട് തുടങ്ങിയത്. അങ്ങനെ UDF ഗവൺമെന്റ് 2006 വരെ പവർ കട്ട് തുടർന്നു. അത് കഴിഞ്ഞിട്ട് 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം 2011 വരെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി. 11 ഈ നിലയിൽ അവസാനിച്ചതിന് ശേഷം 11 ഗവൺമെന്റ് മാറി മെയ് മാസത്തിൽ 11 ഓഗസ്റ്റ് മാസം മുതൽ വീണ്ടും പവർ കട്ട് ലോഡ് ഷെഡിങ് ആരംഭിച്ചു. 2016 വരെ തുടർന്നു. 2016 കേരളത്തിലെ ആകെ ഡിമാൻഡ് എന്ന് പറയുന്നത് 3860 മെഗാവാട്ട് പരമാവധി ഡിമാൻഡ്. ആ സമയത്തും 200 മെഗാവാട്ടിന്റെ ലോഡ് ഷെഡിങ് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 11 മുതൽ ഇപ്പം 2026 ഇപ്പം നമ്മൾക്കറിയാലോ 6157 മെഗാവാട്ട് വരെ നമ്മളിപ്പോ മീറ്റ് ചെയ്തു. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏകദേശം 2500 മെഗാവാട്ട് അഡീഷണൽ ഉപയോഗം വന്നിട്ടും അത് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണം കേരളത്തിൽ ഏർപ്പെടുത്തി. ക്രമീകരണം ഏർപ്പെടുത്തുക വൈദ്യുതി കൊണ്ടുവരണമെങ്കിൽ ലൈൻ വേണം. നമുക്ക് പവർ ഹൈവേ പ്രവർത്തനം 2006 തുടങ്ങിയതാ. 2006 2011 കാലത്ത് പണി നടന്നുകൊണ്ടിരുന്ന സാധനം 2010 PGCL പ്രവർത്തനം അവസാനിപ്പിച്ചുവിടുന്ന് കൊണ്ടുവന്നു. നാഷണൽ ഹൈവേ പ്രവർത്തനം. അതായത് ശ്രീ NG സുരേഷ് കുമാർ, അതായത് എന്റെ ഒരു സംശയം, താങ്കൾ ഈ പറയുന്ന കണക്കുകളിലൊക്കെ വൈദ്യുതി മറ്റ് സ്ഥലത്ത് നിന്ന് എത്തിക്കാനുള്ള ക്രമീകരണത്തെ കുറിച്ചാണല്ലോ അല്ലെ ഈ പറയുന്നത്? അതായത് കേരളത്തിനുള്ളിൽ വൈദ്യുതി ഉണ്ടാക്കാൻ രണ്ട് സാധ്യത നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്ന് ജലവൈദ്യുതിയും മറ്റൊന്ന് സോളാറുമാണ്. കേരളത്തിൽ ജലവൈദ്യുതി ഉൽപാദനത്തിനകത്ത് നമുക്ക് കഴിയുന്നത്രയും നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വൻകിട പദ്ധതികൾ. അതായത് താങ്കൾ തന്നെ, എനിക്ക് അതിന്റെ സാങ്കേതികത്വം അറിയില്ല, താങ്കൾ ഞങ്ങളുടെ റിപ്പോർട്ടറുടെ റിപ്പോർട്ടിന് താങ്കൾ താങ്കൾ ഈ പറഞ്ഞെടുത്ത് എന്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞു ജലവൈദ്യുത പദ്ധതിയും അതോടൊപ്പം തന്നെ സോളാർ സാധ്യതയും കേരളത്തിന് പ്രയോജനപ്പെടുത്താവുന്ന. അവിടെയാണല്ലോ താങ്കൾ പറഞ്ഞത് ഡാമിൽ ജലം അധികം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഒരു നിശ്ചിത പവർ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളൂ എന്ന്. നമ്മളെപ്പോലെ ഒരു വികസിതമായ സംസ്ഥാനത്തിന് ആ ശേഷിക്കപ്പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കാനേ പറ്റില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് നമ്മളെ ഡാമുകളുടെ ശേഷി എന്ന് പറയുന്നത്, നമ്മൾ ഒരു വൈദ്യുതി ആസൂത്രണം നടത്തുന്നത് ആ അസറ്റ് 12 മാസം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അത് എക്കണോമിക്കൽ അല്ല. 12 മാസം ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അസറ്റും നമുക്ക് എക്കണോമിക്കലായി നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആകെ 2 മാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള വെള്ളം മുഴുവൻ ആ 2 മാസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവിടെ മാത്രം കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നത് അങ്ങനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു യൂണിറ്റ് വൈദ്യുതി ജലവൈദ്യുതിക്ക് തന്നെ 12 രൂപയോ 13 രൂപയോ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം അസറ്റിന്റെ ഡിപ്രീസിയേഷനും ചെലവും ഒക്കെ ഈ വൈദ്യുതിയുടെ വിലയിൽ തന്നെ പ്രതിഫലിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ നമുക്ക് 10 രൂപ കിട്ടുന്നതിന് പകരം കേരളത്തിൽ വൈദ്യുതി 12 രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളൊരു ആസൂത്രണത്തിനകത്ത് എവിടെ നിന്നൊക്കെ എത്രയൊക്കെ രൂപയ്ക്ക് വില കിട്ടും, ഓരോ സമയത്ത് എത്രയ്ക്ക് വിലയ്ക്കാണ് വൈദ്യുതി കിട്ടുന്നത്, അത് വെച്ച് ഒരു കാര്യം കൂടി, അതായത് എത്രയൊക്കെ സാങ്കേതിക സംവിധാനങ്ങൾ ഉയർന്നു നിന്നാലും വർദ്ധിച്ചാലും നമുക്ക് ചെലവ് ചുരുക്കി ജലവൈദ്യുത പദ്ധതികളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? നമുക്ക് പുതിയ ജലവൈദ്യുത പദ്ധതി, അതായത് നിലവിൽ നമ്മുടെ ഡാമുകളിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളം മൊത്തത്തിലെടുത്താൽ ആകെ ഏകദേശം 8000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ ഡാമുകളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കേവലം 4000 മില്യൺ യൂണിറ്റ് മാത്രമാണ്. ഒഴുകിപ്പോകുന്ന വെള്ളം അതത് സമയത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്ന കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 8000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വെള്ളമാണ് കേരളത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഡാമുകളിൽ നമ്മുടെ പദ്ധതികളുടെ ഭാഗമായി കിട്ടുന്നത്. ആ 8000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയും 2 മാസത്തേക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എല്ലാ യന്ത്രങ്ങളും, കൂടുതൽ യന്ത്രങ്ങൾ അവിടെ തന്നെ ഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് വൈദ്യുതി വില 13 രൂപയോ 14 രൂപയോ ആവുന്ന അവസ്ഥ ഉണ്ടാവും. അതിനേക്കാൾ എത്രയോ ലാഭകരമായി പുറത്തുനിന്ന് വൈദ്യുതി കിട്ടും. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി ഓരോ പദ്ധതിയിൽ നിന്നും എത്ര വൈദ്യുതി കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗുണകരം എന്ന് ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ്. എന്നാൽ നമുക്ക് പുതിയ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയാൽ അതല്ല, അത് അഡീഷണൽ ആയി നിങ്ങൾക്ക് വൈദ്യുതി തരുന്നതാണ്. പക്ഷേ കേരളത്തിൽ വൻകിട ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണം നിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ നടത്തുന്നു എന്നൊന്നും താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം താങ്കൾക്കറിയാമല്ലോ, ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിന് നടപ്പിലാക്കാമെന്നേ. അതിനെ നിങ്ങളിപ്പോൾ അതിരപ്പള്ളിയൊക്കെ ആണെങ്കിൽ ഇതേ ഇടതുമുന്നണിയിൽപ്പെട്ടവർ തന്നെയല്ലേ അതിനെ എതിർക്കുന്നത്, CPI അല്ലേ അതിനെ എതിർക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയം പറയരുത്. അത് മാത്രമല്ല, താങ്കൾ നോക്കൂ, ഇപ്പോൾ ദേശീയപാത വികസനത്തെ വയൽക്കിളികൾ എത്ര ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ട് അവിടെ ദേശീയപാത വരാതിരുന്നു. അപ്പോൾ ഒരു പ്രൊജക്ട് നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിന് നടപ്പിലാക്കാം. അതിനെ മാധ്യമങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് താങ്കൾ ദയവായി തെറ്റിദ്ധരിപ്പിക്കും.
അല്ല അതായത് നമുക്കിപ്പം അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി എടുക്കുക. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് നമുക്ക് എപ്പോഴാണ് അംഗീകാരം കിട്ടുക? 1998 അംഗീകാരം കിട്ടിയതാ. നമ്മൾ ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടി, പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടി, പദ്ധതി ടെൻഡർ ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാദേശികമായി ഉണ്ടാകുന്ന പരിസ്ഥിതി സംഘടനകളുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല പദ്ധതി മുടങ്ങാറ്. ജയറാം രമേശ് കേന്ദ്ര പരിസ്ഥിതി വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ നിയമപരമായി ഒരു നടപടി സ്വീകരിക്കാതെ പദ്ധതി നിർത്തിവെക്കാൻ വേണ്ടി കത്ത് തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ പലതരത്തിലുള്ള ഇടപെടലുകൾ, പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത രൂപത്തിൽ, കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ ഇത്തരത്തിലുള്ള പല പരിസ്ഥിതി സംഘടനകൾക്കും അത്തരത്തിലുള്ള പല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അതിരപ്പള്ളി പദ്ധതിയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ആ പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുന്ന VS വിജയൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ. അതായത് എന്നിട്ട് ആ കമ്മിറ്റിക്ക് പോലും ആ പദ്ധതി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത. അപ്പം നമ്മള് ഈ പറയുന്ന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തത് ഈ അങ്ങനെയെങ്കിൽ താങ്കൾ ഈ പറയുന്ന കൂടംകുളം ആണവ നിലയത്തിന്, കൂടംകുളം പദ്ധതിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയത് ആരാണ്? എങ്ങനെയാണ് നമ്മൾ കൂടംകുളത്തെ പിന്നീട് ആശ്രയിച്ചത്? കൂടംകുളം പദ്ധതിക്കെതിരെ ആരാ പ്രതിഷേധം നടത്തിയത്? CPM ആണ്. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് കൂടംകുളത്തേക്ക് യാത്ര ചെയ്ത് താങ്കൾക്ക് ഓർമ്മയില്ലേ? വ്യക്തിപരമായി ആ യാത്ര എന്ന് പറയുന്നത് പാർട്ടി അംഗീകരിച്ചിരുന്നോ? ഞാൻ വ്യക്തിന്റെ പേരൊന്നും പറയുന്നില്ല. പാർട്ടി അംഗീകരിച്ചിരുന്നോ? അങ്ങനെയാണോ നിങ്ങൾ? അത് പാർട്ടിക്കുള്ള ഭിന്നതയായിട്ടല്ലേ നിങ്ങൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്? അപ്പം ഇതിനകത്തൊക്കെ നിങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ അവർക്കൊക്കെ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന വ്യക്തിപരമായും അല്ലാതെയും എടുക്കുന്ന സമീപനങ്ങളെ പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എന്ന രൂപത്തിൽ പറയരുത്. കൂടംകുളം വൈദ്യുത പദ്ധതി ഉണ്ടാക്കിയതിന്റെ ഭാഗമായി, തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി നമുക്ക് 226 മെഗാവാട്ട് വൈദ്യുതി കിട്ടുന്നുണ്ട്. അപ്പം കേരളത്തിൽ വൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുന്നതിന് പറ്റാത്ത ചില സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ആ സാഹചര്യങ്ങളിലാണ് നമുക്ക് പദ്ധതി. പക്ഷേ അതുകൊണ്ട് മാത്രം, അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന വൈദ്യുതി അർഹത നമുക്കുണ്ട്. ഇപ്പം കൽക്കരി ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രദേശം എന്താ പറയുക, ജാർഖണ്ഡും ഒറീസയുമാണ്. അവിടെ വൈദ്യുതി ഉണ്ടാക്കിയാൽ അതിൽ നിന്നൊരു വിഹിതം നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുത്ത് കിട്ടാൻ കഴിയും. അപ്പം ഇതൊക്കെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വൈദ്യുതി എവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ ആ സാധ്യതയുള്ള വൈദ്യുതി ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് കൊണ്ടുവരാനുള്ള ലൈനുകൾ ടൈപ്പ് ചെയ്യുക. കേരളത്തിനുള്ളിൽ അത് കൃത്യമായി പ്രസരണം ചെയ്ത് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുക. ഈ പണി കഴിഞ്ഞ 10 വർഷം ചെയ്തത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ പോകാൻ കഴിഞ്ഞു. തീർച്ചയായും ആ പണി കൃത്യമായി ചെയ്തത് കൊണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ല എങ്കിൽ ഇപ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.